അപ്പോൾ നമ്മളങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് കയറിയ ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. വാഴ തയ്യ് ഇതാണ്ട് അതിനിടാനുള്ള വളങ്ങൾ എല്ലാ സാധനങ്ങളും കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ തൃപ്തമായിട്ട് നമ്മളിനി വാഴ കന്ന് നടാൻ വേണ്ടിയിട്ട്, വാഴ കന്നല്ല തൈ നടാൻ വേണ്ടിയാണ്. എന്താ സാബു ഒരു വൈറ്റ് വൈൻ എടുക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഓക്കെ. ഇപ്പം കൂട്ടുകാരെ നമ്മൾ വാഴത്തയ്യൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ഇത് നടാനുള്ള പരിപാടികൾ നോക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാ കണ്ടില്ലേ നമ്മുടെ വാഴക്കുട്ടന്മാരെ 4 വാഴ തൈ വാങ്ങിച്ചു. ഇത് അതിന് ഇടാനുള്ള വളം, അതായത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇത് വേറൊരു സാധനം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കണമെന്നാണ്. കാരണം ഇപ്പം ഞാൻ വാഴയുടെ ഏകദേശം കുഴി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ വാഴയുടെ കുഴി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വാഴ നട്ടു, പക്ഷേ വാഴ നട്ടിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെയാണ് ഞാൻ കുഴി എടുത്തത്. 1.5 അടി സ്ക്വയറും 1.5 അടി താഴ്ചനും ഞാൻ കുഴിയെടുത്ത് അതിനകത്ത് നമ്മുടെ ഈ തേക്കിൻ്റെ ഇലയും കുറച്ച് ചവറുകളും എല്ലാം കൂടെ വാരിയിട്ട് അത് കംപ്ലീറ്റ് നിറച്ചിട്ട് അതിന് നടുക്കൊരു ചെറിയ ഒരു പിള്ളക്കുഴി എന്ന് പറയാം. അപ്പോൾ ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിനകത്ത് ആണ് ഞാൻ ആ കന്ന് നട്ടത്. അപ്പോൾ ആ കന്നിപ്പോൾ ദ്രവിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പിള്ളക്കുഴിയിൽ തന്നെ, അതായത് മറ്റേ വാഴക്കന്നിരിക്കുന്നത് എടുത്ത് കളയേണ്ടതെന്നാണ് പറഞ്ഞത്. കാരണം അത് ഇതിന് ഒരമാകുമെന്ന് എനിക്കൊന്ന് വളമാകുമെന്നായിരിക്കും പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്തോട്ട് ഈ 2 മിശ്രിതവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ശക്കലം ഒന്ന് തൂവിയിട്ടിട്ട് ഈ വാഴയുടെ ഈ നമ്മുടെ പ്രിയപ്പെട്ട കന്നിൻ്റെ തയ്യുടെ പിന്നെ മണ്ണ് ഈ കവർ മാറ്റി മണ്ണോടുകൂടി അതിനകത്ത് അങ്ങ് വെച്ചാൽ മതി എന്നാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനിയും വലിയ കുഴിയൊന്നും എടുക്കണ്ട. കാരണം ഞാൻ നേരത്തെ 5 തൈയാണ് നട്ടത്. അപ്പോൾ 5 തൈ നട്ടപ്പോൾ 5 കുഴിയുണ്ട് നമുക്ക് ഓൾറെഡി. അപ്പോൾ ഞാൻ 4 തയ്യേ എടുത്തിട്ടുള്ളൂ. അന്ന് നട്ടത് കന്നാണ്, ഇന്ന് നടാൻ പോകുന്നത് തൈയാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത്രയും അന്വേഷിച്ച് കഷ്ടപ്പെട്ട് നടന്നിട്ട് സംഭവം നമുക്ക് കിട്ടി. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കണ്ടില്ലേ, നല്ല ആരോഗ്യമുള്ള തയ്യ, വലിയ കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ള തയ്യ. അത് ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുതിയൊരു സ്ഥാപനവുമായിട്ട് പരിചയപ്പെടാൻ കഴിയുമ്പം വലിയൊരു സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ബിഹേവിയറും അപ്പിയറൻസും എന്ന് പറയുന്നത് വല്ലാതെ നല്ലതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ആദ്യം കുറച്ച് മുടക്കങ്ങളായിരുന്നെങ്കിലും അവസാനം നല്ല രീതിയിൽ തന്നെ കലാശിച്ചു. അപ്പോൾ നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് ചോറുണ്ടിട്ട് മണി ഇപ്പോൾ 2:30 മണിയായി. അപ്പോൾ ഇനി ചോറുണ്ടിട്ട് നമുക്ക് വാഴ നടാൻ തുടങ്ങണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വാഴ നടാൻ തുടങ്ങുകയാണ്. അപ്പോൾ വേണ്ടേ, വാഴക്കുട്ടന്മാർ നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വാഴ കുഴിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു കുഴി ഇപ്പോൾ വാഴ നടാനായിട്ട്. അങ്ങനെ വാഴ കൃഷി നമ്മൾ തുടങ്ങാൻ പോവാം. നമ്മൾ ഇവിടെ അല്ല നടന്നു. ഇതിൽ നമുക്ക് നല്ലൊരു വാഴ നോക്കാം, നല്ലൊരു തൈ നോക്കിയിട്ട് ഫസ്റ്റ് വാഴ നമുക്ക് ഇത് തന്നെ ആക്കാം. ഫസ്റ്റ് വാഴ ഇത് തന്നെ ആക്കാം. നമ്മളിപ്പം വാഴ നടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് നടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്നലെ പൂജ കഴിച്ചതിൻ്റെ കുറച്ച് പൂക്കളും കാര്യങ്ങളും എല്ലാം കൂടെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഇവിടെ കൊണ്ടിട്ടിരിക്കുക. അപ്പോൾ ഇതിനും ഒന്ന് തൂത്തു മാറ്റിയിട്ട് ഇവിടെ ഒരു മരത്തിൻ്റെ കുറ്റി കിടക്കുന്നു. ഏകദേശം ഒരു തൈ ഇവിടെ നടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ കുഴിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ആദ്യത്തെ വാഴ നടാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ അവിടെ കുഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തൊരു കുഴി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുഴിക്ക് അത് നടാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ ഒരെണ്ണം എന്തായാലും നടണം. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക്, കാരണം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 അടി കുഴി. ഇത് നേരത്തെ മുറിച്ചിട്ടൊരു മരത്തിൻ്റെ ഒരു ഇതാണ്. അതാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ നട്ടത്. ഇവിടെ ഒരു
വാഴക്കന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയായാലും കുഴിച്ച് ഒരു കുഴി ഉണ്ടാക്കണം ഫസ്റ്റ്. നമുക്ക് നോക്കാം. ഇത്തിരി മെനക്കേടുള്ള ജോലിയാണ്. ഈ ചവറ് ഞാൻ ഇവിടെ ഒരു 1.5 അടി സ്ക്വയറിൽ കുഴി എടുത്തിട്ട് ചവറ് ഇതിനകത്തിട്ട് പിള്ളക്കുഴി ഉണ്ടാക്കി ആ പിള്ളക്കുഴിക്കകത്ത് വാഴ നട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം ഇവിടത്തേക്ക് ചെറിയ കുഴി മതി. ഇത് ഏകദേശം ഈ കിഴക്ക് ഇറങ്ങിയിരിക്കും. ഏകദേശം ഇത് ഇവിടെ നിന്ന് സ്വല്പം മണ്ണോടെ അങ്ങനെ നമ്മുടെ കുഴി ഏകദേശമൊക്കെ റെഡിയായി. മണ്ണ് ശകലം മാറ്റിയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് അവിടുന്ന് തന്ന ഒരു മിശ്രിത. അത് 2 സംഗതികൾ കൂട്ടി മിക്സ് ചെയ്തതിനകത്ത് ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പോയി അതെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കുഴിക്കകത്ത് ഒരിത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം നനച്ച് കൊടുക്കണം. കുഴിക്കകത്ത് ഇത്തിരി വെള്ളം നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അവർ തന്ന മിശ്രിതം ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ഞാൻ ഇതിനകത്ത് നനച്ച് കൊടുത്തു. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, അവർ തന്ന 2 മിശ്രിതമാണ്. അതായത് ഒന്ന് എല്ലുപൊടിയും ഒന്ന് ഒരു വേപ്പും പിണ്ണാക്ക്. ഇത് വേപ്പും പിണ്ണാക്കെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മണമൊക്കെയാണ് ഇതിന്. നല്ലൊരു സ്പെഷ്യൽ മണമാണ് ഇത്. തുറന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു വറുത്ത സാധനമാണ്. സത്യം പറഞ്ഞാൽ ഇത് എടുത്ത് വായിലിട്ട് തിന്നാൻ തോന്നും, അതുപോലത്തെ ഒരു മണമാണ്. അത് കണ്ടില്ലേ, ഇതാണ് സാധനം. കണ്ട, ഇത് കണ്ടില്ലേ, ഇത് വേപ്പും പിണ്ണാക്കെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ലൊരു മണമാണ്, കൊള്ളാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് 5 വാഴയ്ക്ക് ഇത് മതിയാവുമെന്ന പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ പൊട്ടിച്ച് മിക്സ് ചെയ്യാം. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ. ഹലോ, ഇത് എല്ലുപൊടിയാണ്, നീ എടുത്ത് തിന്നരുത്. നിനക്ക് പറ്റിയ സാധനമാണ്. നീ അറിയാതെ വന്ന് മണപ്പിച്ച് ഇത് നക്കിയിട്ട് പോകരുത് കേട്ടോ. നിനക്ക് വേണോ? ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, ഇത് സത്യത്തിൽ 5 വാഴയ്ക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിതിലെ ഒരു ശകലം മതിയാവും ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ആണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് വേറൊരു കാര്യം ചോദിച്ചായിരുന്നു. ഈ സാധാരണ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും അല്ലാതെ ചാണകപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്പോഴത്തെ ചാണകമൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പഴയ ചാണകമാണെങ്കിൽ പുഴുക്കുത്തൽ ഉണ്ടാകത്തില്ല, നാടൻ പശുവിൻ്റെ ചാണകമാണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ പശുവിൻ്റെയൊക്കെ ചാണകം എടുത്തു കഴിഞ്ഞാൽ അത് ഈ വേര് പുഴു കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടി ഇടണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം ഇതിന് വലിയ മണമൊന്നുമില്ല കേട്ടോ. അയ്യോ, ഒരു വല്ലാത്ത സ്പോൾ സ്മെല്ല. ഓക്കെ, അപ്പം നമുക്കെന്നാൽ പോയി നട്ടിട്ട് വരാം. അപ്പോൾ ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് 5 വാഴയ്ക്കും കൂടെ ഉള്ളതാണ്.
ഇത് 5 വാഴയ്ക്കും കൂടെ ഉള്ളതാണ്. അപ്പം നമ്മൾ 5 വാഴയ്ക്കും കൂടെ ഉള്ളതായതുകൊണ്ട് നമ്മൾ ഒരു വാഴയ്ക്ക് ഏകദേശം ഒരു 2-3 പിടി ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കന്നിനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുള്ളി പറഞ്ഞത് ഇതാ ഈ കവറ് കണ്ടില്ലേ, ഈ കവറ് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ കന്ന് വയ്ക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിച്ചാത്തി അവിടെ വെച്ചിരിക്കുക. ഇത് അങ്ങനെ നമ്മുടെ കന്നിൻ്റെ വാഴത്തൈയുടെ കവറ് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ വാഴത്തൈ മണ്ണോട് കൂടിയത്. അപ്പോൾ ഇതിന് ഐശ്വര്യമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് മണ്ണോടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം, ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ഇവിടെ ഒരു ശകലം കുഴി കൂടിപ്പോയി. ഇത് ഒന്നുമില്ല, വെറുതെ മണ്ണങ്ങ് നീക്കിയിട്ട് കൊടുത്താൽ മതി. ചവിട്ട് വാങ്ങിക്കരുത്. ബെല്ലക്കുട്ടൻ എൻ്റെ തൊട്ട് പുറകെ വന്ന് നിൽക്കുകയായിരുന്നു. മിക്കവാറും ചവിട്ട് വാങ്ങിച്ച് കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് കല്ല് കൂടുതലായില്ലേ, കല്ലിൻ്റെ അംശം കൂടുതലാണ്. സത്യത്തിൽ ഇത് 1.5 അടി കുഴി എടുത്ത് 1.5 അടി സ്ക്വയർ, 1.5 അടി താഴ്ച, അത്രയും കുഴി എടുത്തിട്ട് നമ്മൾ ഈ ചവറുകൾ എന്ന് പറയുമ്പോൾ തേക്കിൻ്റെ ചവറ്, തേക്ക് അങ്ങനെയുള്ള ഇലകളുണ്ടല്ലോ, തേക്കിൻ്റെ മാത്രമായിരിക്കണമെന്നല്ലോ, ഓലമടലിൻ്റെ ചവറ്, ഇങ്ങനെ ചവറെല്ലാം കൂടിയിട്ട് ഈ കുഴി ഏകദേശം അങ്ങ് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ലെയർ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ പിള്ളക്കുഴി, അതായത് സെൻട്രലായിട്ടൊരു ചെറിയ പിള്ളക്കുഴി, നമ്മുടെ ഈ വാഴ ഇരിക്കാൻ തക്കവണ്ണം ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി അതിനകത്ത് വേണം ഈ മിശ്രിതം വിതറാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഒരു കന്ന് ഞാൻ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നട്ടതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ പിന്നെ ചവറിട്ട് ഇതേ രീതിയിൽ പിള്ളക്കുഴി എടുത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലം, അത്രയും ഭാഗം മാത്രം എനിക്കൊന്ന് മാറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ വാഴ നമ്മൾ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നട്ട് നനയ്ക്കണമെന്നാണ്. നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി വെള്ളം തളിക്കണം അതിന്. അപ്പോൾ ആ വെള്ളം തളിക്കാനായിട്ട് ഞാൻ പോയി പൈപ്പ് തുറന്നിട്ട് വരാം. ഓക്കെ. ഓസ് ഇട്ടിട്ടുണ്ട്. ഒരിത്തിരി വെള്ളം നമുക്ക് നനച്ചു കൊടുക്കാം. അയ്യോ, തൂമ്പ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ വാഴ ഞാൻ
മുമ്പ് ചിലടത്ത് കണ്ടിട്ടുണ്ട് ഈ വാഴയുടെ ഇല, അതായത് തൈ നട്ട് കഴിഞ്ഞാൽ ഇല ഫസ്റ്റ് അങ്ങ് കണ്ടിച്ച് കളയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിച്ച് കളയണമെന്നുണ്ട്. ഇത്തിരി ചരിഞ്ഞാണോ നിൽക്കുന്നതെന്ന് എനിക്കൊരു സംശയം. നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാഴ നമ്മൾ നട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മൊത്തം 3 കന്നൂടാണുള്ളത്. പക്ഷേ അത് എനിക്കിപ്പം നടാൻ സമയമില്ല. ഞാൻ ഒരു യാത്ര പോകുന്നുണ്ടെന്ന്, നമ്മുടെ ബാക്കി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ തിരിച്ച് വരുന്ന വഴി ഞാൻ നട്ടോളാം. അപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെ വാഴത്തിൽ നട്ടു. ഇനി എൻ്റെ പൂജയ്ക്ക് ആവശ്യമുള്ള ഇലകൾ ഈ തൈ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.